പാകിസ്ഥാനിലെ തെരുവുകളിൽ ഇപ്പോൾ മരണത്തിന്റെ ഗന്ധമാണ്. പക്ഷേ ഇത്തവണ മരിക്കുന്നത് സാധാരണ തീവ്രവാദികളല്ല, മറിച്ച് ഇന്ത്യക്കെതിരെ വിഷം ചീറ്റിയ ഭീകര തലവന്മാരും അവർക്ക് കുടപിടിക്കുന്ന ISI ഉദ്യോഗസ്ഥരുമാണ്. പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയെയും ലഷ്കർ ഇ തൊയ്ബയെയും ഒരുപോലെ വിറപ്പിച്ചുകൊണ്ട് അജ്ഞാതൻ വീണ്ടും അവതരിച്ചിരിക്കുന്നു. ഇത്തവണ അയാൾ തട്ടിയത് സാധാരണ ആളുകളെ അല്ല, ചെറിയ പുള്ളികളെ അല്ല, ലഷ്കറിന്റെയും ISIയുടെയും കരുത്തുറ്റ രണ്ട് തലകളെയാണ്. പാകിസ്ഥാനിൽ അജ്ഞാതരുടെ ആക്രമണ പരമ്പരകൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി ലഷ്കർ ഇ തൊയ്ബയുടെ മുതിർന്ന കമാൻഡർ മിർ ശുക്കർ ഖാൻ റൈസാനിയും ISIയുമായി അടുത്ത ബന്ധമുള്ള മുഹമ്മദ് ഇക്ബാലും വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ബലൂചിസ്ഥാനിലെ ലഷ്കറിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന റൈസാനിയെ ക്വറ്റയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാശ്മീർ ലക്ഷ്യമിട്ടുള്ള ഭീകര റിക്രൂട്ട്മെന്റിലും പരിശീലനത്തിലും ഇയാൾ വഹിച്ചിരുന്ന പങ്ക് ചെറുതല്ല. ലഷ്കർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ ക്വറ്റ മേഖലയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ഇയാൾ സംഘടനയുടെ നട്ടെല്ലായിരുന്നു. മറ്റൊരു വശത്ത് മുഹമ്മദ് ഇക്ബാൽ കൊല്ലപ്പെട്ടതോടെ പാകിസ്ഥാന്റെ മറ്റൊരു മുഖം കൂടി പുറത്തു വരികയാണ്. ഇക്ബാലിന്റെ പക്കൽ നിന്ന് ലഭിച്ച രേഖകൾ വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാനും ഇസ്ലാമിക് സ്റ്റേറ്റ് ISIS തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലേക്കാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് ലോകത്തിന് മുന്നിൽ ആവർത്തിച്ചു പറയുന്ന പാകിസ്ഥാന്റെ വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് ഈ കൊലപാതകത്തോടെ ലോകത്തിന് മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ISISനെ വളർത്തുന്നത്? ഇതിനു മുന്നിൽ കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. അഫ്ഗാൻ താലിബാന് വെല്ലുവിളി ഉയർത്തുക എന്നതാണ് അതിൽ പ്രധാനം. കൂടാതെ പാക് സുരക്ഷാ സേനയ്ക്ക് ഭീഷണിയായ തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ, TTP, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നിവരെ നേരിടാൻ ലഷ്കറിനൊപ്പം ISISനെയും ഉപയോഗിക്കാനാണ് ISI പദ്ധതിയിടുന്നത്. നൂറുകണക്കിന് ISIS ഭീകരർക്ക് ഖൈബർ പക്തൂൺഖയിൽ ISI നേരിട്ട് പരിശീലനം നൽകുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ISISനെ ഒരു ചാവേർപ്പടയായി ഉപയോഗിക്കുകയാണ് പാകിസ്ഥാൻ. ഭീകരവാദികളെ കൊണ്ട് സൈന്യത്തിനെ ഉണ്ടാക്കുന്ന ഒരു രാജ്യം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലഷ്കർ ഇ തൊയ്ബയുടെ ഉന്നത നേതൃത്വമാണ് അജ്ഞാതരുടെ വെടിയുണ്ടകൾക്ക് ഇരയാകുന്നതെന്ന് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂർ വഴി നേരത്തെ തന്നെ തകർന്നടിഞ്ഞ ലഷ്കർ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപ്രതീക്ഷിത പ്രഹരങ്ങൾ ഉണ്ടാകുന്നത്. കൊല്ലപ്പെടുന്നവരെല്ലാം ഭാരതത്തിനെതിരെ ഗൂഢാലോചന നടത്തിയവരും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് നേതൃത്വം നൽകിയവരുമാണ്. പാക് അധികൃതർക്ക് ഈ കൊലപാതകങ്ങൾ തടയാനോ അക്രമികളെ കണ്ടെത്താനോ കഴിയുന്നില്ല എന്നത് അവരെ കൂടുതൽ പരിഭ്രാന്തിയിലാഴ്ത്തുന്നു. സ്വന്തം മണ്ണിൽ വളർത്തിയ ഭീകരവാദത്തിന്റെ തീയിൽ പാകിസ്ഥാൻ തന്നെ വെന്തുരുകുന്ന കാഴ്ചയാണിപ്പോൾ. ഭീകരതയുടെ ഈറ്റില്ലമായി പാകിസ്ഥാൻ മാറുമ്പോൾ അവിടെ വിതയ്ക്കുന്നത് തന്നെയാണ് ഇപ്പോൾ കൊയ്യപ്പെടുന്നത്. ഇന്ത്യയെ തകർക്കാൻ ISI നെയ്തുകൂട്ടിയ വലയിൽ അവർ തന്നെ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു. അജ്ഞാതരായ ആ തോക്കുധാരികൾ ആരായാലും അവർ തകർക്കുന്നത് പാകിസ്ഥാൻ കെട്ടിപ്പൊക്കിയ ഭീകര സാമ്രാജ്യത്തെയാണ്. ഭാരതത്തിന്റെ ഉറക്കം കെടുത്തിയവർക്ക് ഇപ്പോൾ പാക് മണ്ണിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ്. അജ്ഞാതന്റെ അടുത്ത ഉന്നം ആരായിരിക്കും എന്ന ഒറ്റ ചിന്ത മാത്രം. പാകിസ്ഥാൻ പരിഭ്രാന്തിയോടെ കാത്തിരുന്ന് കാണട്ടെ അടുത്ത ഇര ആരാണെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളം.